ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ ഇതിപ്പോ CBI അപ്പീൽ പോവുകയാണ്. ഷൈബു മഠത്തിൽ ഇതൊരു കീഴ്ക്കോടതി വിധിയാണ്. ഈ കേസ് ഇല്ലാതാവുന്നില്ല ഈ ഒരു വിധി കൊണ്ട് മാത്രമെന്നാണ് BJPയുടെ വാദം. സതീഷ് പറയുന്നത്. അജംസ്, ഞാൻ ശ്രീ സതീഷിൻ്റെ വാദങ്ങൾ കേട്ടു. അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹം ഈ വിധി വായിച്ചു നോക്കിയിട്ടുണ്ടോന്ന്. വിധി 598 പേജുണ്ട്. അത് മുഴുവൻ വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഒന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞ് കിടന്നുരുളുകയാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിധിയിൽ എതിർക്കാനായി ലോജിക്കലായി യാതൊന്നും BJPയുടെ കയ്യിലില്ല, അല്ലെങ്കിൽ BD ജയസിൻ്റെ NDAയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന വക്താവിൻ്റെ കയ്യിലില്ല. അതാണ് കാരണം. നമ്മൾ 598 പേജുള്ള വിധിയിലൂടെ വിശദമായി പോയാൽ ഒരു ഓടിച്ചൊരു നോട്ടമെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓരോ പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ എണ്ണമിട്ട്, പാരഗ്രാഫുകൾ എണ്ണമിട്ട് കീഴ്ക്കോടതി ഈ കാര്യം വിശദമായി പരിശോധിക്കുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയും ഓരോ അക്യൂസ്ഡിനെയും 23 അക്യൂസ്ഡാണുള്ളത്, ഓരോരുത്തരെയും വെറുതെ വിടാനുള്ള കാരണം വ്യക്തമായി എണ്ണമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് യാതൊരു ലൂപ്പ് ഹോളും ഇല്ലാത്ത വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചൊരു വിധിയാണ്. കേജ്രിവാളിനെതിരായ കേസ് എക്സിസ്റ്റ് ചെയ്തത് വെറും ഒരാളുടെ, അതായത് പിന്നീട് അപ്രൂവറായി മാറിയ, മാപ്പുസാക്ഷിയായി മാറിയ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. ആന്ധ്രാപ്രദേശിലുള്ള ഒരു പൊളിറ്റീഷ്യനും അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്നീട് NDAയിൽ ചേരുകയും ചെയ്തയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മാപ്പുസാക്ഷി മൊഴി, അതൊന്നും കോടതി ഈ കാര്യങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല. കോടതി തെളിവുകളുടെ മൂല്യം മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പുറത്ത് അതിൻ്റെ രാഷ്ട്രീയം കൂടിയുണ്ട്. അത്തരം ഒരാളുടെ മൊഴിയുടെ പുറത്ത് മാത്രം എടുത്ത കേസാണ് അത്. ഇത്തരത്തിലൊരു കേസ്, വേറെ യാതൊരു എവിഡൻസും ഇല്ലാത്തൊരു കേസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, പ്രേക്ഷകർക്കും കൂടെയുള്ള ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്, ഈ കേസ് വിചാരണയിലേക്ക് പോയിട്ടില്ല. ഈ കേസിൽ കുറ്റപത്രം, CBI കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം വിശദമായി പരിശോധിച്ച് ഡിസ്ചാർജ് ചെയ്യുകയാണ്. 23 പ്രതികളെയും വെറുതെ വിടുകയാണ്. ഇത് വിചാരണ നടത്താനുള്ള മൂല്യം ചാർജ് ഷീറ്റിലില്ല എന്ന് കണ്ട് ചെയ്തത് നമ്മുടെ CRPC അനുസരിച്ചുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്താതെ ആയിരക്കണക്കിന് പേജുള്ള കുറ്റപത്രം, ആദ്യം ഒരു കുറ്റപത്രം കൊടുത്തു, പിന്നീട് 4 സപ്ലിമെൻ്ററി കുറ്റപത്രങ്ങൾ കൊടുത്തു. അതൊക്കെ ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വിശദമായി ഡീറ്റെയിലായി കുറ്റപത്രം കൊടുത്തു. നമുക്കറിയാം CBIയുടെ മുന്നിലുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്. CBI കൂടാതെ ഇതേ കേസിൽ EDയും കൂടെ, സർവാധികാരമുള്ള ഒരു ഏജൻസിയാണ് ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവർ കൂടെ അന്വേഷിച്ചൊരു കേസിൽ സർവാധികാരങ്ങളുമുള്ള കേന്ദ്ര സർക്കാരിന് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതിപട്ടികയിൽ പേര് ചേർത്ത 22 പേർക്കുമെതിരെയോ ഒരു ചെറിയ തെളിവിൻ്റെ ഒരു അണുപോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് വരുമ്പോൾ അത് വിശദമായി പരിശോധിച്ച് കോടതി അത് പൂർണ്ണമായി തള്ളിക്കളയുകയും വിചാരണയിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മൾ മനസ്സിലാക്കണം, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ഈ കേസിൽ പ്രോസിക്യൂഷന് അനുമതി കൊടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപെയാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെയാണ് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. പക്ഷേ ഇതുവരെയും വിചാരണ ആരംഭിക്കാൻ സാധിച്ചില്ല. കാരണം കുറ്റപത്രം നിലനിൽക്കില്ല എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തുകയും ആ കുറ്റപത്രം റദ്ദാക്കുകയും 23 പ്രതികളെയും എക്സോണറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ BJP സർക്കാരിൻ്റെ ഏജൻസി, CBI എന്ന ഏജൻസിയും ED എന്ന ഏജൻസിയും കളിച്ച കളി, അവർ ചെയ്ത ഒരു കേസ് വളരെ വ്യക്തമായി ഫ്രെയിം ചെയ്യുകയാണ്. യാതൊരു എവിഡൻസും ഇല്ലാതെ ഇത്രയധികം ആളുകൾക്ക്, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥിതി ഇതാണെങ്കിൽ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന, വിദേശ രാജ്യങ്ങളിൽ പോലും തിരിച്ചറിയപ്പെടുന്ന ഒരു പേരാണ് അരവിന്ദ് കെജ്രിവാൾ. അത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കാര്യം എന്തായിരിക്കും? അതായത് സർക്കാർ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഒരാൾക്കെതിരെ ED ഉപയോഗിച്ചോ മറ്റൊരു ഏജൻസി ഉപയോഗിച്ചോ ഒരു കേസെടുക്കാൻ തീരുമാനിച്ചാൽ അയാൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയും, ഇപ്പോൾ മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത് 1.5 വർഷമാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് 6 മാസത്തോളമാണ്. അപ്പോൾ വർഷങ്ങളോളം ജയിലിൽ കിടന്ന ശേഷം പിന്നെ അയാൾ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ച ശേഷം, അനുഭവിക്കേണ്ട ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ച ശേഷം കോടതി ഇവർക്കെതിരെ യാതൊരു തെളിവുമില്ല, വിചാരണയിലേക്ക് പോകാനുള്ള തെളിവ് പോലുമില്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയാണ്. ഈ കാര്യത്തിന് ഭരണകൂടം മറുപടി പറയണം. നമുക്കറിയാം, ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ തടവുകാരായി ജയിലിൽ കിടപ്പുണ്ട്. പക്ഷേ ഇത് കുറെ കൂടി സീരിയസാണ്. കാരണം ഒരു മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ വളരെ പ്രമുഖരായ ആളുകൾ, അപ്പോൾ വളരെ പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് പോലും നീതി ലഭിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ, അക്യൂസ്ഡ് ആവുന്ന, ഈ ഏജൻസികളുടെ ഇരയാവുന്ന, അതായത് സർക്കാരിൻ്റെ ഇരയാവുന്ന സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ലഭിക്കുക? അത് പറയാൻ BJPക്ക് ബാധ്യതയുണ്ട്. കാരണം ഇത് വെറും ഒരു ശരാശരി, ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള തരം ഒരു ശരാശരി അഴിമതി കേസ് മാത്രമല്ല ഇത്.